ഹലോ, ഇന്ന് നമുക്ക് ഗ്രീൻ ലൈറ്റ് തിയറിയെക്കുറിച്ച് സംസാരിക്കാം. മനസ്സിലായില്ല അല്ലേ? ശരി, ഒരു ട്രാഫിക് സിഗ്നൽ അവിടെ റെഡ് ലൈറ്റ് ആണെന്ന് ഓർത്തോ. നമ്മളെല്ലാവരും അവിടെ സ്റ്റോപ്പ് ചെയ്യും നമ്മുടെ വാഹനങ്ങൾ. എന്തുകൊണ്ട്? ഗ്രീൻ ആവുമ്പോൾ പോകാൻ വേണ്ടി. എപ്പോഴെങ്കിലും അത് ഗ്രീൻ ആവും എന്നൊരു പ്രതീക്ഷയുണ്ട്. ഗ്രീൻ ആവുകയും ചെയ്യും, വി കീപ് മൂവിങ്. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ആ ലൈറ്റ് ഗ്രീൻ ആയില്ലെങ്കിലോ? ജീവിതത്തിൽ ഇങ്ങനെയാണ്. നമ്മൾ പല പല കാര്യങ്ങളും ചിന്തിച്ചു കൂട്ടും. ആ, കുറച്ചുകൂടെ ക്യാഷൊക്കെ ആയിട്ട് വേണം എനിക്ക് ആ ട്രിപ്പ് പോകാൻ. അല്ലെങ്കിൽ കുറേ കൂടി ഒരു ബെറ്റർ ജോബ് വരട്ടെ, ഒരു 6 മന്ത്സ് കഴിയട്ടെ, ഞാൻ എൻ്റെ ബോഡി ശരിയാക്കാം, ജിമ്മിൽ പോകാം. ഇപ്പോൾ ഇങ്ങനെ പോട്ടെ, ഒരു ലാപ്ടോപ്പ് കിട്ടിക്കഴിഞ്ഞിട്ട് എനിക്ക് എൻ്റെ സെം കംപ്ലീറ്റ് ചെയ്യണം, നല്ല അടിപൊളി ഒരു റെസ്യൂമേ ഉണ്ടാക്കണം. അങ്ങനെ നാളെ 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 എന്ന് പറയുന്നത് നീളെ 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 ആയിരിക്കും. ഒന്നും നടക്കാൻ പോണില്ല. അവസാനം ട്രിപ്പിന് നിങ്ങൾ ഒരുപാട് കാശ് സ്വരുക്കൂട്ടിയിരുന്ന് എന്നോർത്തോ. പെട്ടെന്നൊരു അസുഖം വന്നു, ഒരു ഹോസ്പിറ്റൽ കേസ് വന്നു, അത് പോയാൽ പോരെ. പിന്നെ സെം കംപ്ലീറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഒരിക്കലും പറ്റിയില്ലെങ്കിലോ? നാളെ അടുത്ത നിമിഷം എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. ഇപ്പോൾ എന്നെ ഒരുപാട് പേര് കളിയാക്കും, എനിക്ക് നല്ലൊരു ക്യാമറയില്ല, നല്ല മൈക്കില്ല, നല്ല ഫോണില്ല. പക്ഷേ നാളെ ബെസ്റ്റ് മൈക്ക്, ബെസ്റ്റ് എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ പഠിച്ച് ഞാനൊരു വീഡിയോ ചെയ്യാനിരുന്നാൽ ഒരുപക്ഷെ അത് നടക്കുകയില്ല. ഇന്ന് അറ്റ്ലീസ്റ്റ് ഈ ബാഡ് ലൈറ്റിങ്ങിലും എനിക്കൊരു വീഡിയോ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. അറ്റ്ലീസ്റ്റ് ഐ എം മൂവിങ് അല്ലേ? ഇനി സ്റ്റുഡൻസിനോട് പറയാനത് ഇതാണ്, ലാപ്ടോപ്പ് വരാനൊന്നും കാത്തിരിക്കേണ്ട, ഇരുന്ന് പഠിക്കുക, അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യുക. ചിലപ്പോൾ നിങ്ങൾ സബ്മിറ്റ് ചെയ്യുന്ന റെസ്യൂമേ ഏറ്റവും ബോറായിരിക്കും, സാരമില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്കൊരു റീൽ എടുത്ത് പോസ്റ്റ് ചെയ്യണമെന്നുണ്ടോ, പക്ഷേ നിങ്ങൾക്ക് എഡിറ്റിംഗ് അറിഞ്ഞൂടാ, പറ്റാവുന്ന പോലെയൊക്കെ ചെയ്ത് ഒന്ന് പോസ്റ്റ് ചെയ്യുക. ക്രിഞ്ച് എന്ന് നമ്മൾ പറയില്ലേ, അയ്യേ എന്ന് പറയുന്ന പല സാധനങ്ങളും, ഡു ഇറ്റ്. കാരണം നാളേക്ക് വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ ചിലപ്പോൾ ഇതൊന്നും പറ്റിയെന്ന് വരില്ല. ഗ്രീൻ ലൈറ്റ് ആയാൽ മാത്രമേ നമുക്ക് മൂവിങ് നടക്കൂ. ജീവിതത്തിൽ ഗ്രീൻ ലൈറ്റ് എപ്പോഴും വേണം. ചില കാര്യങ്ങൾ നമ്മൾ സ്വരുക്കൂട്ടുക തന്നെ വേണം. ഫോർ എക്സാമ്പിൾ, ഒരു വീട്, ഒരു വാഹനം എന്നുള്ളത് ഭാവിയിലേക്ക് വേണ്ടി വെനവർ യു ടേക്ക് എ പോളിസി, ഇൻഷുറൻസ്, യെസ്. പക്ഷെ ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത് അങ്ങ് ചെയ്യണ്ടേ? കോയമ്പത്തൂർ പോകാൻ പറ്റില്ല, ഫ്രണ്ട്സൊക്കെ ബൈക്കിന് പോവുക. എൻ്റെ ബൈക്ക് ഇല്ലാത്ത പോട്ടെ, ബൈക്ക് കംപ്ലൈൻ്റ് ആണ്. ട്രെയിൻ കയറിപ്പോ, കോയമ്പത്തൂർ പോ, കാര്യങ്ങളൊക്കെ കാണുക. എനിക്ക് അവിടെ പോകാൻ പറ്റില്ല, ഇവിടെ പോകാൻ പറ്റില്ല എന്ന് കംപ്ലൈൻറ്റ് ചെയ്യരുത്. നിങ്ങൾക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പോകും. നാളെ നിങ്ങൾ പൈസ ആവാനും മറ്റ് വലിയ കാര്യങ്ങളാവാനും വെയിറ്റ് ചെയ്തിരുന്നാൽ ഇതൊന്നും നടക്കില്ല. നമ്മൾ സെൽഫ് സാക്രിഫൈസ് ഒരുപാട് അങ്ങ് ചെയ്യേണ്ട, കുറച്ച് സെൽഫ് ലവും വേണം. എല്ലാം ഇപ്പം ഞാൻ ഒട്ടും എൻജോയ് ചെയ്യണില്ല, ഇതൊക്കെ സ്വരുക്കൂട്ടി വെച്ച് ഞാനൊരു ഏജ് ആകുമ്പോൾ ഇങ്ങ് റിട്ടയർമെൻറ്റ് ലൈഫിൽ എൻജോയ് ചെയ്യും എന്ന് വിചാരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ആ സമയത്ത് ജീവൻ ബാക്കി നമ്മളുണ്ടാവുമോ എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഫോളോ ദ ഗ്രീൻ ലൈറ്റ് തിയറി. ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കുക. ബാക്കിയൊക്കെ വഴിക്ക് വെച്ച് കാണാമെന്നേ.